ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ മുമ്പ് നമ്മുടെ ഫിൽട്ടർ മെത്തേഡ് ഗോ ത്രൂ ചെയ്തല്ലേ. സോ ഇവിടെ നമുക്ക് ഒരു ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഈ കോഡിനെ നമുക്ക് സിംപ്ലിഫൈ ആക്കി മാറ്റാം. ഓക്കെ, സോ ഏർലിയർ നമ്മൾ പറഞ്ഞു കോൾ ബാക്ക് എഴുതുമ്പോൾ സംടൈംസ് നമുക്ക് പ്രൈസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ നമ്മൾ എഴുതിയിരുന്നത് പ്രൈസ് മാത്രം നമുക്ക് ഇവിടെ കിട്ടുക ആവശ്യമുള്ളൂ എന്നുള്ളത്. സോ അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അതർ ആർഗ്യുമെൻറ്റ്സ് ഞാനിപ്പോൾ റിമൂവ് ചെയ്യണം. ഇൻഡെക്സും പ്രൈസ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അത് ഞാനിവിടെ റിമൂവ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ ഓപ്പൺ ബ്രാക്കറ്റും ഇതും കൂടി ഞാനിവിടെ റിമൂവ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, സോ അതർ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പോൾ വൺ ആർഗ്യുമെൻറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് പരാന്തസിസ് വേണ്ട. സോ ഞാൻ ആ പരാന്തസിസും ഇപ്പോൾ എടുത്ത് കളഞ്ഞു. ഓക്കെ, ഇനി വൺ ലൈൻ എക്സ്പ്രഷൻ ആക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഒരു ലൈനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതും ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്ക് വെച്ചാൽ അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ബ്രേസസ് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ കീവേഡും കൂടി ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ അതും കൂടിയും എടുത്ത് മാറ്റാം നമുക്ക്. സോ ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഭയങ്കര ഷോർട്ടറായി. സോ ബേസിക്കലി ഇവിടെ ഇത് പ്രൈസ് എടുക്കുന്നു, പ്രൈസ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. സോ ഇംപ്ലിസിറ്റ്ലി ഇവിടെ റിട്ടേൺ എടുക്കും. റിട്ടേൺ എടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഫിൽറ്റർ ഡാറ്റയിലിടും. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഇവിടെ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് കണ്ടാൽ തന്നെ നമുക്ക് കോഡ് മനസ്സിലാവുന്നുണ്ടല്ലേ എന്താണെന്നുള്ളത്. പിന്നെ ഇത് കുറച്ചും കൂടി ഷോർട്ടറാണ്, എഴുതാനും കുറച്ച് എളുപ്പമാണ്, കോഡ് മനസ്സിലാക്കാനും എളുപ്പമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ആക്കിയത്. ഓക്കെ, സോ ഇതാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിൽട്ടർ മെത്തേഡിൽ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന അടുത്തൊരു മെത്തേഡാണ് റെഡ്യൂസ് മെത്തേഡ്. സോ അറേ മെത്തേഡിൽ റെഡ്യൂസ് കുറച്ച് ബ്രെയിനി ആണെന്ന് പറയാൻ പറ്റും, പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ എടുത്ത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഈസി ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ അത് ഞാൻ പരമാവധി ശ്രമിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ റെഡ്യൂസ് എങ്ങനെ മനസ്സിലാക്കി തരാമെന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഇവിടെ അറേ ഉണ്ടല്ലേ, പ്രൈസസ് അറേയിൽ കുറച്ച് വാല്യൂസ് ഇവിടെ കിടക്കുന്നുണ്ട്. സോ എനിക്ക് അറേയിലെ എല്ലാ വാല്യൂസും ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഫിൽറ്റർ ഞാനിപ്പോൾ കമൻ്റ് ഔട്ട് ചെയ്യാം. നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനിവിടെ അറേസിൽ നമുക്കിവിടെ ഇടാം. സോ നമുക്ക് ഈ അറേസിലെ എല്ലാ വാല്യൂം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എഴുതണമെങ്കിൽ ലെറ്റ് സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മളൊരു വാല്യൂ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഫോർ ഈച്ച് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ അറേ ഡോട്ട് ഫോർ ഈച്ച്, എന്നിട്ട് നമ്മളിവിടെ ഒരു പ്രൈസ് മാത്രം എഴുതി. അത് കഴിഞ്ഞിട്ട് കോൾ ബാക്കിൽ എന്ത് വരും എന്ന് വെച്ചാൽ സം പ്ലസ് ഈക്വൽ ടു പ്രൈസ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ലാസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് സം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കായിട്ടുണ്ട്, പ്രോപ്പറായിട്ട് വർക്കായിട്ട്. കാര്യം ഇവിടെ എന്ന് വെച്ചാൽ ഇനീഷ്യലി 0 ആണ്. എന്നിട്ട് നമ്മൾ ഫോർ ഈച്ച് വെച്ച് ലൂപ്പ് ചെയ്യുന്നു. എന്നിട്ട് കറൻ്റ് പ്രൈസ് ഈക്വൽ ടു നമ്മൾ എഴുതിയത് സം ഈക്വൽ ടു സം പ്ലസ് പ്രൈസ് ആണ്. അതിന് ഷോർട്ട് ഫോം ആയിട്ട് സം പ്ലസ് ഈക്വൽ ടു പ്രൈസ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ച പോലെ തന്നെ ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയിരിക്കുന്നത് ഇവിടെ. ഓക്കെ, സോ ഇത് വർക്ക് ചെയ്യില്ലെന്ന് വെച്ചാൽ വർക്ക് ചെയ്യും. പക്ഷേ റെഡ്യൂസും ഇതേ സം തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് ലെസ്സർ കോഡ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റെഡ്യൂസിന് വേണ്ടിയിട്ട് ഞാനിത് എടുത്ത് മാറ്റാണ്. ലെറ്റിന് പകരം ഞാനിപ്പോൾ തൽക്കാലം കോൺസ്റ്റ് കൊടുക്കാം. കോൺസ്റ്റ് സം ഈക്വൽ ടു. ഓക്കെ, എന്നിട്ട് റെഡ്യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അറേയുടെ പേര് എഴുതാം, പ്രൈസസ്. അറേ മെത്തേഡ് തന്നെയാണ് റെഡ്യൂസസ്, അതുകൊണ്ടാണ് ഡോട്ട് റെഡ്യൂസ്, അറേ ഡോട്ട് റെഡ്യൂസ് എഴുതിയിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ 2 വാല്യൂ ഉണ്ടാവും ബേസിക്കലി വരാനായിട്ട്. മിനിമം 2 വാല്യൂ ഉണ്ട്, വേണമെങ്കിൽ 4 വരെ പോവാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റത്തെ വാല്യൂ പ്രീവിയസ് വാല്യൂ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വാല്യൂ കറണ്ട് വാല്യൂ. മോസ്റ്റ്ലി ഈ 2 വാല്യൂക്ക് നിങ്ങൾ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുക, പക്ഷേ ഇതിന് രണ്ട് ആർഗ്യുമെൻറ്റ് കൂടി എടുക്കാൻ പറ്റും. സോ അന്ന് കറണ്ട് ഇൻഡെക്സ്, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് പ്രൈസസ് അറേ, ഫുൾ അറേ വരും. ഓക്കെ, എന്നിട്ട് ഇതിൽ നമ്മൾ എഴുതും, റിട്ടേൺ ചെയ്യാൻ പറയും നമ്മൾ. റിട്ടേൺ പ്രീവിയസ് വാല്യൂ പ്ലസ് കറണ്ട് വാല്യൂ. ഓക്കെ, പിന്നെ നമ്മൾ ബേസിക്കലി ഇവിടെ ഒരു പാരാമീറ്ററും കൊടുക്കും ഇനീഷ്യലൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ സം ആയതുകൊണ്ട് 0 സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, 0 കൊടുത്തു. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം റെഡ്യൂസ് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്.
ഓക്കെ, നമുക്ക് റെഡ്യൂസിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് മെത്തേഡാണ്. ഇതിൻ്റെ ഉള്ളിൽ ബേസിക്കലി 2 ആർഗ്യുമെൻ്റ് എടുക്കുന്നുണ്ട്. ഒന്ന് ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ, രണ്ടാമത്തെ ഇനീഷ്യലൈസ് വാല്യൂ ആണ് എടുക്കുന്നത്. സോ ഈ കോൾ ബാക്ക് ഫംഗ്ഷനിൽ ബേസിക്കലി ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് എന്ന് വെച്ചാൽ പ്രീവിയസ് വാല്യൂ ആണ്. ആൻഡ് നമ്മൾ അക്യുമുലേറ്റർ അല്ലെങ്കിൽ പ്രീവിയസ് റിസൾട്ട് എന്ന് പറയുക ഇതിന്. സോ ഞാനിവിടെ പ്രീവിയസ് വാല്യൂ എന്ന് പറഞ്ഞുള്ളൂ, ആക്ച്വലി എന്ന് പറയുന്നത് അക്യുമുലേറ്റർ അല്ലെങ്കിൽ പ്രീവിയസ് റിസൾട്ട് എന്നാണ്. പിന്നെ ഇവിടെ കറണ്ട് വാല്യൂ എന്ന് വെച്ചാൽ കറണ്ട് എലമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കറണ്ട് ഇൻഡെക്സും പിന്നെ ലാസ്റ്റ് ഒറിജിനൽ അറേയും. നമ്മൾ ഈ റെയർലി യൂസ്ഡ് ആണ് ഇത്, ഈ രണ്ടെണ്ണം കറണ്ട് ഇൻഡെക്സും ഒറിജിനൽ അറേയൊക്കെ നമ്മൾ റെയർലി യൂസ് ചെയ്യില്ല. പിന്നെ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് വെച്ചാൽ പ്രീവിയസ് വാല്യൂ, നമ്മൾ മുമ്പത്തെ പ്രീവിയസ് വാല്യൂ പ്ലസ് കറണ്ട് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ സെക്കൻഡ് പാരാമീറ്റർ ബേസിക്കലി അല്ലേ, റെഡ്യൂസിൻ്റെ സെക്കൻഡ് പാരാമീറ്റർ നമ്മളിവിടെ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള വാല്യൂ കൊടുക്കുന്നത്, അതുകൊണ്ട് 0 ആണ് കൊടുക്കുന്നത്. 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യുന്ന വാല്യൂ. സോ ബേസിക്കലി അറേ ഡോട്ട് റെഡ്യൂസ്, എന്നിട്ട് നമുക്ക് കോൾ ബാക്ക് ഫംഗ്ഷൻ, ദെൻ കോമ, ദെൻ ഇനീഷ്യൽ വാല്യൂ. അങ്ങനെയാണ് ആക്ച്വലി റെഡ്യൂസിൻ്റെ സിൻടാക്സ് വരിക. ഓക്കെ, സോ ബേസിക്കലി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ടൈം പ്രീവിയസ് വാല്യൂ എന്തായിരിക്കും, കാരണം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് 0 വെച്ചിട്ടാണ്. അപ്പോൾ പ്രീവിയസ് വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ വരും പ്രീവിയസ് വാല്യൂ 0 ആയിട്ട് വരും. ഇവിടെ 0 + 10.99 ആണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് ടൈം ഇത് ലൂപ്പ് അടുത്ത എലമെൻറ്റ് എടുക്കും, റെഡ്യൂസ് ആണല്ലോ, ഇത് അടുത്ത എലമെൻറ്റ് എടുക്കും. അടുത്ത എലമെൻറ്റിൽ പ്രീവിയസ് വാല്യൂ എന്ത് വരും എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ 10.99 വന്നേക്കണേ. സോ അത് പ്രീവിയസ് വാല്യൂക്ക് വരും. എന്നിട്ട് കറണ്ട് വാല്യൂ 5.99 വരും. അപ്പോൾ 10.99 + 5.99 വരും സെക്കൻഡ് ടൈമിൽ. ഓക്കെ, അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ലാസ്റ്റ്. എന്നിട്ട് അത് ഇതിൻ്റെ റിസൾട്ട് 10.99 5.99 ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പ്രീവിയസ് വാല്യൂ ഇടും. എന്നിട്ട് കറണ്ട് വാല്യൂ അതിൻ്റെ തേർഡ് എലമെൻറ്റ് എടുക്കും. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഫൈനലി ലാസ്റ്റ് ഇറ്ററേഷൻ കഴിയുമ്പോൾ റെഡ്യൂസ് റിസൾട്ട് ചെയ്യുന്നത് ഫൈനൽ വാല്യൂ സമ്മിൽ എന്താണെന്ന് വെച്ചാൽ അതാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇതിനൊരു വിഷ്വലൈസേഷൻ എക്സാമ്പിളും കൂടി ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ റൺ ചെയ്യാം. ഫസ്റ്റ് സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ വിഷ്വലൈസേഷനും കൂടി ചെക്ക് ചെയ്യാം ബേസിക്കലി. സോ ഇവിടെ എൻ്റെ ഒരു അറേ ഉണ്ട്. അറേയുടെ ഒരു 3 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. 1 2 3 എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനീഷ്യൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂ 0 ആയിട്ടാണ് ഇനീഷ്യൽ സെറ്റ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, എന്നിട്ട് ഞാൻ സ്റ്റെപ്പ് 1 എന്താ ചോദിച്ചാൽ ഈ 0 + 1 ആണ് എടുത്തിട്ട് ഞാൻ സ്റ്റെപ്പ് 1 ഇടുന്നത്. എന്നിട്ട് അത് അതിൻ്റെ റിസൾട്ട് എന്താ വെച്ചാൽ 1 തന്നെയാണ്. അപ്പോൾ ബേസിക്കലി അതിൻ്റെ റിസൾട്ട് ഇവിടെ 1 വരും. എന്നിട്ട് അടുത്ത എലമെൻറ്റ് എടുക്കും, 1 + 2 എടുക്കും. ഓക്കെ, അതിൻ്റെ റിസൾട്ട് 3 വരും. എന്നിട്ട് അടുത്ത എലമെൻറ്റ് എടുക്കും, 3 + 3 എടുക്കും, ലാസ്റ്റ് എലമെൻറ്റ് 6. അങ്ങനെ ഈ അറേയിലെ ഇത് ഒറിജിനൽ അറേ അല്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഇതൊരു സെയിം ഞാൻ അറേ കാണിക്കാൻ വേണ്ടി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് 6 കിട്ടും. പക്ഷേ ഇത് ഒറിജിനൽ അറേ ചേഞ്ച് ചെയ്യില്ല, ടച്ചിങ് ചെയ്യില്ല. ഓക്കെ, ഒറിജിനൽ അറേ അതേപോലെ തന്നെ ഉണ്ടാവും. ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ അറേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒറിജിനൽ അറേ തൊടില്ല, ഈ ഒറിജിനൽ അറേ സെയിം തന്നെയായിരിക്കും. നമ്മൾ പുതിയൊരു വാല്യൂ ആണ് കിട്ടുന്നത് ഇവിടെ. ഓക്കെ, സോ ഇതാണ് റെഡ്യൂസ് മെത്തേഡ്. ആരോ ഫംഗ്ഷൻ കുറച്ച് ഉപയോഗിച്ച് ഷോർട്ടറും കൂടി ആക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് 2 ആർഗ്യുമെൻറ്റ് മാത്രം എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് മാറ്റാം. കറണ്ട് ഇൻഡെക്സും പിന്നെ ഫുൾ അറേ നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്രേസസും റിട്ടേൺസൊക്കെ ഒഴിവാക്കാം ബേസിക്കലി. എന്നിട്ട് റിട്ടേണും കൂടി ഒഴിവാക്കാം. ഓക്കെ, ഇതും കൂടി ഇടാം. കൺട്രോൾ സെറ്റ് 0. ഓക്കെ, സിമ്പിളായിട്ട് ബേസിക്കലി ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ കോൺസ്റ്റ് സം ഈക്വൽ ടു അറേ ഡോട്ട് റെഡ്യൂസ്. അതിൽ 2 ആർഗ്യുമെൻറ്റ് എടുക്കുന്നുണ്ട്, പ്രീവിയസ് റിസൾട്ട് അതേ അക്യുമുലേറ്റർ കറണ്ട് വാല്യൂ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു, പ്രീവിയസ് റിസൾട്ട് കറണ്ട് വാല്യൂ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ എടുക്കുന്നു. സോ ഇതിൻ്റെ സെക്കൻഡ് പാരാമീറ്റർ ഇനീഷ്യലൈസ് ആണ്. ഇനീഷ്യലൈസേഷൻ ഞാനിവിടെ 0 വെച്ച് കൊടുക്കുന്നു. ഇത് കുറച്ചും കൂടി ക്ലീനും റീഡബിളും പവർഫുള്ളായി മാറി. ബേസിക്കലി പവർഫുൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ഇതിനുവേണ്ടി പറഞ്ഞാൽ ക്ലീനും റീഡബിളായിട്ട് മാറിയിട്ടുണ്ട് ആക്ച്വലി ഇത്. ഓക്കെ, സോ റെഡ്യൂസ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അറേ എടുത്തിട്ട് അതിന് സിംഗിൾ വാല്യൂ ആക്കി മാറ്റാണ് ചെയ്യുന്നത് റെഡ്യൂസ് എപ്പോഴും. ഓക്കെ, അത് എന്തായാലും ഇൻ്റർവ്യൂസിനൊക്കെ മുമ്പ് ചോദിക്കും റെഡ്യൂസൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്താണെന്നുള്ളതൊക്കെ. സോ ബേസിക്കലി ഒരു അറേ എടുത്തിട്ട് അതിന് സിംഗിൾ വാല്യൂ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ലൈക്ക് സ്ട്രിങ്, നമ്പർ, ഒബ്ജക്റ്റ്, എനിത്തിങ് ആക്ച്വലി. ഓക്കെ, പിന്നെ അത് റെഡ്യൂസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അക്യുമുലേറ്ററിൻ്റെ വാല്യൂവിലാണ് വർക്ക് ചെയ്യുക. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർക്ക് ചെയ്യും. ഇനീഷ്യൽ വാല്യൂ സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അൺഡിഫൈൻഡ് ആയി പോകും, നമ്മുടെ ആകെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റും. സോ ഇനീഷ്യൽ വാല്യൂ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിത് കുറച്ചും കൂടിയും ഷോർട്ടറാക്കി മാറ്റി ഈ റെഡ്യൂസിനെ. ഓക്കെ, സോ റെഡ്യൂസ് മനസ്സിലായി വിചാരിക്കുന്നു. സിമ്പിളാണ് റെഡ്യൂസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ട്. സോ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഇൻ കേസ് ഇതും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് റിസോഴ്സസ് ഉണ്ട്, ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ.
ഓക്കെ, സോ ഞാനത്തെ വീഡിയോ റെഡ്യൂസ് വെച്ചിട്ട് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്. ബൈ.